അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായിട്ട് കണ്ടു. മതി. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കാനുള്ളതിൻ്റെ ഒരു കാരണം അവിടെ പരാമർശിക്കുന്നത് നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ ദൈവത്തിന് മനസ്സിലായി ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ വിളിച്ച് വേർതിരിച്ചാൽ, എൻ്റെ ഭാഷയാ, ഇവൻ ഉഴപ്പത്തില്ല. ഇവൻ ഉഴപ്പുകയില്ല. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിന്നോളും. നിങ്ങൾ ഉഴപ്പന്മാരാരും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. ജോലിയിൽ ഉഴപ്പുന്ന ആരെങ്കിലും പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ടോ? അവർ നമ്മൾ നോക്കുമ്പോൾ അവർ കൈവൊക്കെ തരുന്നുണ്ട്, കാര്യമൊക്കെ ഹോബി. പക്ഷെ അവരത് പഠിക്കും. താമസിച്ചാന്നോ വരുന്നത്? താമസം വന്നിച്ച് നേരത്തെ പോകുന്നുണ്ടോ? അപ്പം പിന്നെ പഞ്ചിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ജോലി സ്ഥലത്തിരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുകയാണോ? അവർ നോക്കിയതല്ലേ. കൂടെ കൂടെ അവധി എടുക്കുന്നുണ്ടോ? കൈക്കൂലി മേടിക്കുന്നുണ്ടോ? ഉഴപ്പുന്ന ആർക്കും ഒരു പ്രമോഷൻ കിട്ടുകയില്ല. കള്ളത്തരത്തിൽ ഇപ്പം മേടിക്കാനൊക്കത്തില്ല. ഓരോ കേസുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുക. സൈഡിൽ കൂടെ സീൽ ചെയ്ത് കൊടുത്തത്. ലോകപരമായിട്ട് അങ്ങനെ ആണെന്ന് ആത്മീയമായിട്ട് എന്തും വേണ്ടതായിരിക്കും. ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന്, ഈ വലിയ കുടുംബത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. എൻ്റെ ഭാഷ പറഞ്ഞാൽ കഷ്ടങ്ങൾ വന്നാലും, രോഗം വന്നാലും, പീഡ വന്നാലും, ഞെരുക്കം വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, ആപത്ത് വന്നാലും, ഏത് കെടുമതികൾ വന്നാലും ഇട്ടേച്ച് പോകത്തില്ല. ഇവൻ വിശ്വസ്തയോടെ എന്നെ ഭജിക്കും. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ട്, ഈ മാർഗത്തിൽ വന്ന് നീ വിശ്വസ്തയോടെ നിന്നോണം. ഇട്ടേച്ച് 3 മാസം ബന്ധിക്കൂസി, പിന്നെ 2 മാസം ഉഴപ്പി, 3 ഉം 2 ഉം 5, പിന്നെ 3 മാസം വരാതിരുന്നു. അപ്പം 3 ഉം 2 ഉം 5 ഉം 3 ഉം 8, പിന്നെ 4 മാസം ഒരു പരുവത്തിന് ഇങ്ങനെ പോയി. അങ്ങനെ 12. ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉണർവാണ്. അതിന് ഞാനെപ്പോഴും പറയാം, സീസൺ പെന്തിക്കോസാ. സീസൺ ഓരോ സീസണിൽ തമ്പുരാൻ മനസ്സിലായി അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചാൽ വിശ്വസ്തയോടെ നിൽക്കും. നീ അവൻ്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. പിന്നെ എൻ്റെ ഭാഷയിൽ, എൻ്റെ ശൈലി ഞാനങ്ങ് പറയാം. നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. തിയോളജി പരമായിട്ട് എത്രത്തോളം ആണെന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങ് പറയുക. തമ്പുരാനൊന്ന് നോക്കിയപ്പം അബ്രഹാമിന് ഒരു ഹൃദയമുണ്ട്. ഉണ്ടല്ലേ? ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞേ. ഒരു ഹൃദയമുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുമാതിരി ചൊവ്വുള്ള ഒരു ഹൃദയം. നമുക്ക് ഒരു നല്ല ഹൃദയം വേണം. നല്ലൊരു കർത്താവ് പഠിപ്പിച്ച ഉപദേശം എന്താ? ഹൃദയശുദ്ധിയുള്ളവർ അവരാ ഭാഗ്യവാന്മാർ. അല്ലാതെ കാശുള്ളവരെല്ലാം ഭാഗ്യവാന്മാരെന്നല്ല. കാശ് ഇഷ്ടം പോലുണ്ട്, കൈ അറുത്ത ഉപ്പ് തേക്കുകയില്ല, അവർ ഭാഗ്യവാന്മാരല്ല. നിനക്ക് കാശില്ലെങ്കിലും നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ നീ ആ ഭാഗ്യവാൻ. നല്ലൊരു ഹൃദയം. പിന്നെ ഞാനങ്ങ്, നമ്മൾ പെന്തിക്കോസുകാരായതുകൊണ്ട് പറയാം, പെന്തിക്കോസിലൊരു സിംഹഭാഗം ആൾക്കാർക്കും ഹൃദയമില്ല. കാരണം എല്ലാവരും ഹൃദയം കർത്താവിന് കൊടുത്തുപോയി. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഹൃദയം, ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് ഹൃദയം കൊടുത്തവരുണ്ട്. കുക്ക് സാഹിബിൻ്റെ കാലത്ത് ഹൃദയം കൊടുത്തു. പിന്നെ 2ാം തലമുറ വന്നപ്പോൾ അന്നാരോ ഹൃദയം കൊടുത്തവർ
ആശാരി ഉപദേശിച്ച് പ്രസംഗിച്ചപ്പോഴാ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തത്, തിരുവല്ല ടൗണിൽ വെച്ച്. സ്തോത്രം. അപ്പൊ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഹൃദയം ഇല്ല, കാരണം എല്ലാവരും ഹൃദയം കർത്താവിന് കൊടുത്തു. ഈ ഹൃദയമില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഹൃദയമുണ്ടോ? പറ. ഉണ്ട്. നിങ്ങൾ കർത്താവിന് കൊടുത്തോ? ഒരമ്മ പറഞ്ഞു കൊടുത്തേച്ച് ഞാൻ മേടിച്ചെന്ന്. ശിവപാസ്റ്ററോട് ഒരമ്മ പറഞ്ഞത്, കർത്താവ് ഇതേ ഹൃദയം തുറന്നിട്ടിരിക്കുന്ന, കയറുക ഇറങ്ങുമോ ചെയ്തോണം. എൻ്റെ ഹൃദയം നിനക്കായിട്ട് തുറന്നു കിടക്കുക, വന്ന് കയറുകയോ തിരിച്ചിറങ്ങിപ്പോകുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. വേണ്ട, തുറന്നു കിടക്കുക. നമുക്ക് നല്ലൊരു ഹൃദയം വേണം. ഈ പലർക്കും ഹൃദയമില്ലെന്ന് വിശേഷിച്ച് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നതിൽ പലർക്കും നല്ല ഹൃദയമില്ല. കൂടെ ആരാധിക്കുന്നവനെ ഒന്ന് കാണാനുള്ള ഹൃദയം ഇല്ലല്ലോ. കൂടെ യാത്ര ചെയ്യുന്നവനെ കാണാനുള്ള ഹൃദയം പലർക്കും ഇല്ലല്ലോ. സഹോദരങ്ങളെ ഒന്ന് കാണാനും അറിയാനുമുള്ള ഹൃദയം പലർക്കും ഇല്ല. ഞാൻ മിക്കയിടത്തും പ്രസംഗിക്കുന്നതാ, നിങ്ങൾക്കും അറിയാൻ, കേട്ടിട്ടുണ്ട്, പലരും പറയുന്നതാ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. 5 ഏക്കർ വസ്തുവുണ്ട് നിനക്ക്, ഇവിടെ ഹെബ്രോനിലുള്ളവർക്കല്ല. നിന്റെ കൂടെ ആരാധിക്കുന്നവന് 1 സെന്റ് ഭൂമി ഇല്ല. എന്നാൽ കൂടെ ആരാധിക്കല്ലേ, അടുത്തടുത്തിരിക്കുകയല്ലേ, വിശുദ്ധയുമ്മനും കൂടി. ഇപ്പം പിന്നെ കോവിഡ് ആയതുകൊണ്ട് ഒക്കുന്നില്ല. ആ കൊരവള്ളിക്കല്ലേ കൊടുക്കുന്ന എല്ലാ ആഴ്ചയിലും. കയ്യെ പിടിച്ച് കുലുക്കുന്ന കുലുക്ക് കണ്ടാൽ ഓരോന്നും കൂടെ പറഞ്ഞ് ഷെയ്ക്കാൻ്റെന്നല്ലേ പറഞ്ഞേ. അങ്ങനെ വേണം. പ്രാർത്ഥിക്കുന്ന വാചകവും പ്രാർത്ഥനയും കേട്ടാ നാടൻ ഭാഷ പറഞ്ഞതിലെ കോള് കൊള്ളിച്ചാ പ്രാർത്ഥിക്കുന്നത്. ചേട്ടാ അടുത്തിരുന്ന് പ്രവർത്തിച്ചാട്ട കർത്താവേ, നമ്മൾ ഞെട്ടിപ്പോവും. അടുത്തെങ്ങാനും വരികാന്. നിനക്ക് 5 ഏക്കർ വസ്തു ഉണ്ടല്ലോ, എല്ലാവർക്കും കൊടുക്കാനും ഒക്കത്തില്ല, കൊടുത്താർക്കും തൃപ്തിപ്പെടുത്താനും. എത്ര മനുഷ്യൻ്റെ ഒരു പ്രകൃതി, എത്ര കിട്ടിയാലും മതി വരികയില്ല. തൃപ്തിയായെന്ന് പറയത്തും. ഇനി അടവാ പറഞ്ഞാലും അത്ര പൂർണ്ണ സമ്മതത്തോടൊന്നും ആയിരിക്കുകയല്ല പറയുന്നത്. എന്നാലും ഒരു മര്യാദ വേണ്ടേ? നിനക്ക് 5 ഏക്കർ വസ്തുവുണ്ട്, നിന്റെ കൂടെ ആരാധിക്കുന്നവന് 1 സെന്റ് ഭൂമിയില്ല. ന്യായമായിട്ട് ഭാര്യയും ഭർത്താവും മക്കൾ പ്രായമുള്ളതുണ്ടെങ്കിൽ കുടുംബമായിട്ട് ആലോചിച്ച് പറയണം, അയ്യോ നമ്മുടെ കൂടെ ആരാധിക്കുന്ന തങ്കച്ചനെ 1 സെന്റ് ഭൂമി പോലും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, അല്ലെ ഭാര്യയോട് പറയാം, സ്തോത്രം, നമുക്ക് പുള്ളിക്ക് ഒരു 5 സെന്റ് സ്ഥലം വേണ്ടേ? നല്ലൊരു ഹൃദയം വേണ്ടേ? എന്നാൽ അങ്ങനെ കൊടുത്ത പെന്തിക്കോസുകാരുണ്ട്. പെന്തിക്കോസുകാരെ മൊത്തം ഞാൻ പറയത്തില്ല, നല്ല, അതാ ഞാൻ ഞായറാഴ്ച പറഞ്ഞല്ലോ, നല്ല പെന്തിക്കോസുകാരുണ്ട്. കടന്നുപോയെങ്കിൽ നമ്മുടെ പുതുവാക്ക കുഞ്ഞാപ്പിച്ചായൻ, ഈ അടുത്ത കാലത്ത് നിലമ്പൂരുള്ളൊരു ഫാമിലി, പേപ്പറിലൊക്കെ നമ്മൾ വായിച്ചതല്ലേ. ഒത്തിരി പെന്തിക്കോസുകാർ അങ്ങനെ ചെയ്തവരുണ്ട്, ഇപ്പോഴും ചിലർ ചെയ്യുന്നുമുണ്ട്. അവരെയും അവരുടെ സന്തതിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ഉത്തരോത്തരം ദൈവം അവരെ ആശീർവദിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരു നല്ല ഹൃദയം വേണ്ടേ? മറ്റുള്ളവരെ കരുതുവാൻ, കാണുവാൻ, അറിയുവാനൊക്കെ നല്ലൊരു ഹൃദയം വേണം. ബൈബിൾ ക്ലാസ് നന്നായിട്ട് എടുത്തുകൊണ്ട് യാതൊരു കാര്യവും. കൺവെൻഷന് കയറി തകർത്ത് പിടിച്ച് പ്രസംഗിച്ചിട്ടും നല്ലതാ പ്രസംഗം. ഞാൻ എന്നെ ശിവപാശം കൊണ്ട് പ്രതിയാക്കിയ ഹൈപ്പിച്ച് പാടി, ഞങ്ങൾ പാടുകയല്ല, കാറുക, നല്ല പറയാം, കാറുക, അലറുക. അതാ അലറുക, കാറുക എന്ന് വല്ല പറഞ്ഞ അലറുക. നമുക്ക് നല്ലൊരു ഹൃദയം വേണം. സ്തോത്രം. സൈമൺ സാർ പാടിയൊരു പാട്ടിൻ്റെ വരിയുണ്ട്, നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം.
നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ ചൂക്കികളായി മേവുമതിലിടറികൾ ഉള്ളം തിരതുല്യം. എന്നാൽ ദുർമതികൾ ചൂക്കികളായി മേവുമതിലിടറികൾ ഉള്ളം തിരതുല്യം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് നല്ലൊരു ഹൃദയം. അതെ, അബ്രഹാമിന് ദൈവം വിളിക്കാനുള്ളതിൻ്റെ ഒരു കാരണം ദൈവം നോക്കിയപ്പോൾ മനസ്സിലായി, ഒന്ന്, ഒരുമാതിരി ചൊവ്വുള്ള ഒരു ഹൃദയം. നമ്മൾ ഈ രക്ഷിക്കപ്പെടാത്ത ചിലരെ എടുത്ത് നല്ല ഹൃദയവിശാലതയുള്ളവരുണ്ട്. എത്രയോ പേര് ഈ കോവിഡിൻ്റെ സമയത്ത് പെന്തിക്കോസുകാരൊന്നുമല്ല, പെന്തിക്കോസുകാരും ചെയ്തു, നിരീശ്വരവാദികൾ വരെ ആഹാരം പൊതിഞ്ഞ് കെട്ട് റോഡ് നിന്നവർക്കൊക്കെ, വഴി കിടന്നവർക്കൊക്കെ നല്ല മനസ്സാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, നമ്മുടെ വീട്ടിൽ ഒരു പിച്ചക്കാരനാണ് വരുന്നെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കൊണ്ട് എടുത്ത് കൊടുക്കണം. ആഹാരമേ 10 രൂപ ഉണ്ടെങ്കിൽ കൂടെ പിച്ച ചോദിക്കുകയല്ല, ധർമ്മമാണ്, ധർമ്മമാണ്, അത് കൊടുക്കണം. പെന്തിക്കോസുകാർ നേർച്ച കൊടുക്കണ്ട, പിച്ച കൊടുക്കണം. മനസ്സിലായി കാണുമല്ലോ. ആ, കൊടുക്കണം, ആഹാരം കൊടുക്കണം. ഈ ഒരു ചായ കുടിക്കാനാ ഉണ്ടെങ്കിൽ ചായ ഇട്ട് കൊടുത്തേക്കണം, ഇല്ലേ 10 രൂപ. നേർച്ചയൊന്നും കൊടുക്കണ്ട. ഇവിടെ ഞാൻ പാപ്പച്ചാൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ, ഞാൻ റീഗനൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വാതൊക്കെ കസാര ഇട്ടിരിക്കുക. അപ്പോൾ ഈ ഔട്ട് പോസ്റ്റിലാണ് താമസിക്കുന്നത് പാച്ചാന്. ഞങ്ങളത് വലിയ വീടാണ്, തിന്നലിങ്ങനെ ഞങ്ങൾ ഇരിക്കുക. പാപ്പച്ചാൻ്റെ വീട്ടിൽ ഇരിക്കുന്നു, റീഗൻ അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ തന്നെ ഇരിക്കുന്നു. അപ്പം ആ ഗേറ്റ് തുറന്നു വെച്ച ഒരാൾ കയറി വന്ന് ഇങ്ങനെ ഒരു രൂപമുണ്ട്. അപ്പം പാപ്പച്ചാൻ്റെ രീതി, പാപ്പച്ചാനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജോഡി? റൈച്ചാൻ്റെ വീട്ടിൽ, അതാ പാപ്പച്ചൻ. അപ്പം നടുക്കിരിക്കുക. അപ്പം പുള്ളി ഇങ്ങനെ ഫോട്ടോ ആയിട്ട് വന്ന്, അപ്പം പാപ്പ ചോദിച്ചു. ഉടനെ വന്ന പുള്ളി പറഞ്ഞ് വേളാങ്കണ്ണിക്കാണ്. ഉടനെ പുള്ളി പറഞ്ഞ് വെളിയിലിറങ്ങി അങ്ങോട്ട് പൊക്കോളാൻ, MC റോഡ് വേളാങ്കണ്ണിക്ക് വഴി പറഞ്ഞു കൊടുക്കുക. വന്ന പുള്ളി പറഞ്ഞ് വേളാങ്കണ്ണിക്ക് അയച്ചാ, നേർച്ച കൊടുക്കാൻ വേളാങ്കണ്ണിക്ക്, അത് ഇവിടെ അല്ല, വെളിയിലിറങ്ങി അങ്ങോട്ട്. മനസ്സിലായോ? ഭക്ഷണം വല്ലതും വേണേ തരാം. മനസ്സിലായി? സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ നേർച്ചയൊന്നും എങ്ങോട്ടും ആർക്കും കൊടുക്കണ്ട, പിച്ച ചോദിച്ചു വന്നാൽ കൊടുക്കണം. നിന്റെ അടുക്ക വന്നൊരുത്തൻ കൈ നീട്ടുക, നിന്റെ കയ്യിലുണ്ട് കൊടുക്കണം. അവൻ വിശന്നാ വരുന്നെങ്കിൽ അവന് ആഹാരം കൊടുക്കണം. അവന് വസ്ത്രമില്ലെങ്കിൽ നിന്റെ കൈവശമുണ്ടെങ്കിൽ വസ്ത്രം കൊടുക്കണം. സ്തോത്രം. അവന് വണ്ടിക്കൂലി ഇല്ലെങ്കിൽ നിന്റെ കൈവശമുണ്ടെങ്കിൽ അവന് വണ്ടിക്കൂലി കൊടുക്കണം. പക്ഷെ നേർച്ച കൊടുക്കരുത്. അത് ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം. പിള്ളേരുടെ കയ്യിലും അങ്ങോട്ട് പോകുമ്പോൾ 10 പൈസ ഇട്ടേച്ച് പൊക്കോടാ, ദൈവം നിന്നെ ജയിപ്പിക്കും. അവൻ പഠിക്കുന്നുമില്ല, അവൻ പുസ്തകം തുറക്കുകയല്ല, പഠിക്കുകയില്ല. അവിടെ പറയാം, നീ അവിടെ ഇട്ടേച്ച് 2 വര വരച്ചാൽ മതി. പുള്ളി എന്നെ കൊള്ളക്കാരനാണോ? സ്തോത്രം. ഭിക്ഷ കൊടുക്കണം. നല്ല മനസ്സുണ്ടായിരിക്കണം, ഹൃദയം. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ വീട്ടിലൊരു, നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നു, ഞാനതിനെ കുറ്റമായിട്ട് പറഞ്ഞില്ല. ആരേലും ഓൺലൈനിലൊക്കെ പലരുള്ളതല്ലേ. ഒരാൾ രാവിലെ വരിക, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചൂടുവെള്ളം കാണുള്ളൂ, അല്ലെ കട്ടൻ മതി, ഇടട്ടെ, അങ്ങനൊന്നും ചോദിക്കരുത്. ഇടണോ? ചായ ഇടണോന്ന്, ഇടണോ? അവൻ മര്യാദ പറഞ്ഞു തരാം, ഞാൻ മര്യാദ പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ച് ഒരാൾ രാവിലെ വന്നാൽ, അത് രാവിലെയാണ് വരുന്നെങ്കിൽ പറയണം മധുരം ഉപയോഗിക്കുമോ. അപ്പം വരുന്ന പുള്ളിക്ക് മനസ്സിലാകും ചായയോ കാപ്പിയോ ഏതോ
എടുക്കാൻ. അപ്പം വേണ്ടായെങ്കിൽ പുള്ളി അയ്യോ ഞാനൊരു കാപ്പി കുടിച്ചേച്ച് വന്ന് അധികം ഞാൻ കുടിക്കത്തില്ല, എനിക്ക് വേണ്ട എന്ന് പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കണം. ആവശ്യമുള്ള പുള്ളിയാന്നേ പറയും ഞാൻ മധുരം അധികം ഉപയോഗിക്കാമല്ലോ, ഒരു ലേശം. ഇതാതിൻ്റെ മര്യാദ. അല്ലാതെ ഗ്രില്ലെ പിടിച്ചോണ്ടിരുന്ന് ഇടണോ, 3/4 മണിക്കൂർ സംസാരിച്ചു എന്നിട്ട് ഇടണോ. ഈ വിളച്ചിലും പടയനും എല്ലാം ആദ്യം നിർത്തണം. മനസ്സിലായോ? ഈ മര്യാദ ഈ പറഞ്ഞു തരാം, സാമാന്യ മര്യാദപ്പെട്ടതാണ്. ഉച്ചയ്ക്ക് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു, 12 മണിയായപ്പം വന്നു. ഒന്ന് യാത്ര പോയപ്പോഴോ അവിചാരിതമായിട്ട് ആയിക്കോട്ടെ വന്നു. ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ അദ്ദേഹത്തോട് അല്ലെ സ്ത്രീയോ പുരുഷനോ ആരുമാട്ടെ, അയ്യോ നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ വന്നാട്ടെ വാ. അപ്പോൾ അവർ കഴിച്ചേച്ചാ വന്നൊക്കെ പറയും, അയ്യോ ഞങ്ങളിപ്പോൾ കഴിച്ചതേ ഉള്ളൂ, വേണ്ട. അടുത്ത് ഇടപെടുന്നവരാന്ന് പറയും, ഒരു ഗ്ലാസ് വെള്ളം മതി, കഴിച്ചു. അതല്ലെങ്കിൽ അവർ പറയും അതെ കഴിക്കാം, പക്ഷെ നന്നേ അവർ കഴിക്കും. ഇത് അങ്ങനല്ല, കൂട്ടാനൊന്നുമില്ല, അങ്ങനെ അവരെ എന്നാൽ നമുക്ക് അവരെ ലീലാ പാലസിലോട്ട് കൊണ്ടുപോകാം. ഉച്ചയ്ക്ക് 12:30 ലീലാ പാലസ് അറിയാൻ മേലേ? ലീലാ പാലസ് കേട്ടിട്ടില്ലേ? ഇന്ന് പേപ്പറിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു പേജ് നിറച്ച് പായിപ്പാട്ടിൽ നിന്ന് എങ്ങനെയാണ് ലീലാ പാലസ് വരെ പോകുന്നത്? എന്നാൽ നമുക്ക് മാസ്കറ്റ് ഹോട്ടലിലോട്ട് പോകാം തിരുവനന്തപുരത്ത്. അതല്ല നിൻ്റെ മര്യാദ. ചിലപ്പോൾ നിൻ്റെ വീട്ടിലെ മുളക് ഉടച്ചതേ കാണുകയുള്ളൂ. ഉച്ചയ്ക്ക് ഒത്തില്ല, മുളക് ഉടച്ചതാ. നല്ല മനസ്സുള്ളവരാന്നേ പറയും, പിന്നെ ചന്ദ്രൻ മാസ്റ്റർ മുളക് ഉടച്ചതാ, ഞങ്ങൾ വന്നാ കഴിക്കുന്നത്, നമുക്കൊന്നിച്ചിര കഴിക്കാം. അപ്പോൾ ചന്ദ്രൻ മാസ്റ്റർ പറയും, മതി മാസ്റ്ററെ, നമുക്ക് ഈ സ്നേഹമുണ്ടെങ്കിൽ അതൊരു കൂട്ടാനാ. അത് തന്നെ അതൊരു കൂട്ടാനാ. നല്ല ഹൃദയമാണ്, അത് വേറൊരു കൂട്ടാനാ. ഇത് ഈ കുശുമ്പും കുന്നായ്മയും കുരുക്കുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൊണ്ട് എന്തുവാ കോണ്ടിനെൻ്റൽ ഫുഡ് കൊടുത്താലും, കാരണം അകത്ത് മുഴുവൻ കുരുക്കായിരിക്കുന്നേ. കോണ്ടിനെൻ്റ് എന്നല്ല, അങ്ങനല്ലേ? തെറ്റിയോ? സണ്ണിയെ സ്തോത്രം. മനസ്സിലാകുന്നോ? നമ്മുടെ വീട്, നമ്മുടെ സാഹചര്യം അത് മുളക് ഉടച്ചതേ ഉള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് ഇച്ചിരി മുളക് ചുട്ട് ഉള്ളിയും ചുട്ട് അരച്ച് കൂട്ടാനാവും ഉദ്ദേശിച്ചിരുന്നത്. അന്നേരം അതിഥിയായിട്ട് ഒരാൾ വന്നത്, വേറെ മേടിക്കാൻ കാശുമില്ല, സമയവും പോയി. അപ്പം ആ മുഖഭാവവും ആ സംസാരവും അതൊക്കെ ഒരു കൂട്ടാനാ. ഞാൻ എപ്പോഴും എനിക്ക് വളരെ ബഹുമാനം ഞങ്ങളുടെ വെളിയനാട്ടെ കൊച്ചായൻ, അദ്ദേഹത്തിനൊക്കെ ചിലപ്പം കൂട്ടാനൊന്നും അധികം കാണുകയില്ല, പക്ഷെ പുള്ളിയുടെ സംസാരവും ശിവഭാഷമൊക്കെ അറിയാം. പുള്ളിയുടെ സംസാരവും ഈ ചിലപ്പോൾ ആകാരം ഒരു മെഴുക്ക് പുരട്ടിയോ ഒരു കാച്ചിയമോ ഒരു അത് നിസ്സാരമൊന്നുമല്ല, വലിയ കാര്യമാണ്. അപ്പോൾ അതെടുത്ത് വെച്ച് പുള്ളി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മെഴുക്ക് പുരട്ടിയും വേണ്ട, അതും നമുക്ക് വേണ്ട. നമ്മൾ പുള്ളി അത്ര നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അത് തന്നെ ഒരു നല്ല നിറയും. ഇത് കൊണ്ടുവച്ചാൽ ആ മോന്ത കണ്ടാൽ നമുക്ക് ഒന്നിലും തൊടാൻ തോന്നുകയില്ല. നിൻ്റെ പൊന്നു മോന്ത. മനസ്സിലാകുന്നില്ലായിരിക്കും. നല്ലൊരു ഹൃദയം. സ്തോത്രം. നല്ലൊരു ഹൃദയം. നമ്മളാരും പൂർണ്ണരല്ല, പക്ഷേ നമുക്കൊരു നല്ല ഹൃദയം വേണം. സഹജീവികളോട്, സഹപാഠികളോട്, നമ്മുടെ അയലത്തുള്ളവരോട്, സ്നേഹിതരോടൊക്കെ നല്ലൊരു ഹൃദയം. ആട്ടെ, അബ്രഹാമിന് ദൈവം വിളിച്ചു വേർതിരിച്ചു. വിളിക്കാനുള്ളതിൻ്റെ ഒരു കാരണം, ദൈവം നോക്കിയപ്പോൾ ഒരു ഹൃദയമുണ്ട്, ചൊവ്വുള്ളൊരു ഹൃദയം. 2, കർത്താവിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നീ വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. ഒരു ദോഷവും വരികയില്ല. നിന്റെ സന്തതി പോകുന്നിടത്തല്ല അനുഗ്രഹവും നന്മയായിരിക്കും. തിരുവചനം പഠിപ്പിക്കുന്ന നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് നീ ഇരിക്കുന്ന ഇടത്ത് ദൈവം നന്മ കൊണ്ട് തരും.
സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇതെല്ലാം പറയാൻ. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയാൻ. ഞാൻ ശിവപാസ്റ്ററോടും എൻ്റെ കൂടെ വരുന്നവരോട് ചില വിഷയം ഞാൻ പറയും, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുക. അത് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുക, നല്ല പ്രാഗൽഭ്യത്തോടാണ്. പല വിഷയത്തിലും അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയാൻ ദൈവകൃപ കൊണ്ട് ഇതുവരെ കഴിഞ്ഞു. നാളത്തെ ദൈവകരങ്ങളിൽ നീ ആർക്കേലും നന്മ ചെയ്താൽ, ഉപകാരം ചെയ്താൽ അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമൊന്നുമല്ല. അല്ലെന്ന് ഞാൻ ചുമ്മാ നിങ്ങളെല്ലാം കൂടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ഇളക്കാൻ പറഞ്ഞതൊന്നുമല്ല. അന്ന് അതൊരു ഉപവാസ പ്രാർത്ഥന. അന്ന് ഒന്നാമത്തെ രാത്രി തന്നെ എല്ലാവരും ഒന്ന് ഇളക്കുന്ന ശുശ്രൂഷ ഇളക്കൊണ്ടൊക്കെ കേറ്ററിംഗ് തന്നെ എടുക്കാൻ പോകുന്നത് നല്ലത്. അവർക്ക് ഒത്തിരി സാധനം ഇളക്കാനുണ്ട്. ഒലത്തിറച്ചി ഇളക്കേണ്ടതുണ്ട്. കേറ്ററിങ്ങിൽ ഇളക്കുകാരില്ല അങ്ങോട്ട് പോകുന്നതാ. അടിയിൽ പിടിക്കാതെ കോഴിക്കോട്ട് പോയാൽ നല്ല ജോലി കിട്ടും. കാരണം അലുവ അവിടെ കോഴിക്കോട് നന്നായിട്ട് ഇളക്കണം. അടിയിൽ പിടിക്കരുത്. നീ അങ്ങോട്ട് പോകുന്ന കുറച്ചുകൂടെ. നിങ്ങളെ ഇളക്കാൻ പറഞ്ഞതല്ല, എൻ്റെ ചെറിയ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനീ പറഞ്ഞത്. നീ ആർക്കേലും നന്മ ചെയ്താൽ, ആർക്കേലും ഉപകാരം ചെയ്യുന്നെങ്കിൽ, ആർക്കേലും പച്ചവെള്ളം കൊടുത്താൽ, ആർക്കേലും എന്തെങ്കിലും കൊടുത്താൽ നിന്റെ ദൈവം ഇത് മറന്നു കളയത്തില്ല. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തതിയെയും ആത്മീകമായിട്ടും ഭൗമികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ദൈവം നിന്നെ ആദരിക്കും. ദൈവം വിശ്വസ്തനാ. ബാക്കി ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നെ 9:30 നമ്മുടെ യോഗം കണക്ക് പറഞ്ഞത്. ഇപ്പോൾ 9:15 അങ്ങ് നിർത്തുക. നിങ്ങൾ സാധാരണ പറയും പുള്ളി 9:30 എന്ന് പറഞ്ഞാലും മിക്കവാറും 9:45 ആകുമ്പോഴാണ് നിർത്താൻ സാധ്യത. ഇപ്പോൾ 9:15. അപ്പം നേരത്തെ നിർത്താനും അറിയാമെന്ന് പഠിപ്പിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങളിലെ യോഗം അങ്ങനെ ആയിരിക്കും. ദൈവം അനുവദിച്ചാൽ നാളെ കൂടാ. ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം.